പക്ഷേട്ടാ, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്, ഒരു നന്മയുടെ കാഴ്ചയാണ്. അതായത് ഇപ്പൊ കുറെ നാളുകളായിട്ട് ഒരു വർഗീയത ചില ആളുകൾ ചില കോണിൽ നിന്നും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ചില സംഘടനകളിൽപ്പെട്ട പാർട്ടിയിൽപ്പെട്ട ആളുകൾ വർഗീയത പറയാറുണ്ട്. എന്തിനേറെ ചില സമയത്തൊക്കെ അത് അങ്ങേയറ്റം മോശമായ രീതിയിൽ വരെ പറയാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും അവിടെ പ്രതിരോധിക്കാൻ വരുന്നത്, തടയിടാൻ വരുന്നത് ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളാണ്. ഇപ്പൊ ഷെബിനൊരു വിഷയം ഉണ്ടായാല് അത് ചോദിക്കാൻ വരുന്നത് മഹേഷേട്ടനാണ്. എന്റെ മുന്നില് മഹേഷേട്ടൻ ഉണ്ടാവും. അങ്ങനെ ഒരു സൗഹാർദ്ദം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. എന്ത് പറയുന്നതിനെ കുറിച്ച്? ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ജാതി ഭേദമില്ലാത്ത ഒരു കൂട്ടായ്മ ആണ് അന്നുകൊണ്ട് ഇന്നത്തെ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. അതെ അതെ തീർച്ചയായും. അപ്പോ ഇവിടെ അങ്ങനെ ഒരു ജാതി മതം ഇല്ല എന്നതിന്റെ ഒരു തെളിവാണ് ഇന്നത്തെ രാഷ്ട്രീയം നമ്മൾ കണ്ടത്. രാഷ്ട്രീയം സംസ്ഥാനം മതം നമ്മുടെ സംസ്ഥാനം കേരളത്തെ കുറിച്ച് പറയാം. കേരളത്തില് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനത്തും മാതൃകയാണ്. കാരണം ഇവിടെ ഇത് ഏക്കില്ല ഇഞ്ചിട്ട്. അതെ, മനസ്സിലായി. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയമുണ്ടല്ലോ, നമ്മൾ സ്കൂളിൽ നിന്ന് വളർന്നു വരുന്ന സമയമുണ്ടല്ലോ. അതെ അതെ. നമ്മുടെ ബെഞ്ചിൽ അടുത്തിരിക്കുന്നവന്റെ മതം ഏതാ നമുക്ക് അറിയില്ല. അതെ, അന്നും അറിയില്ല, ഇന്നും അറിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. ഒന്നുമില്ല. അവൻ കൊണ്ടുവരുന്ന ആഹാരത്തില് കൈയിട്ടാ നമ്മൾ കഴിക്കുന്നത്, നമ്മള് കൊണ്ടുവരുന്ന ആഹാരത്തില് കൈയിട്ടാണ് അവൻ കഴിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്റെ ഒരു പാത്രത്തിൽ എന്റെ അനുഭവം പറയാണ്. അന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പ്രവീൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അവന്റെ അമ്മ പിന്നെ പൊതിച്ചോറ കൊടുത്തു വിടുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. നമ്മളൊക്കെ എന്തെങ്കിലും പിന്നെ ബ്രെഡോ ജാമോ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ അവന്റെ അമ്മ കുറെ ഐറ്റംസ് കൊടുത്തു വിടും. അപ്പൊ അവിടെ ആ ബെഞ്ചില്, ഞങ്ങളിരിക്കുന്ന ബെഞ്ചില് ഞാനുണ്ട്, പിന്നെ പ്രവീണുണ്ട്, തൊട്ടുപുറത്ത് സച്ചു ഉണ്ട്. അങ്ങനെ ഒരു 4-5 പേരുള്ള ബെഞ്ചാ. അപ്പൊ അവിടേക്ക് പ്രവീൺ ഫുഡ് കൊണ്ടുവരുമ്പോ ഫസ്റ്റ് അവന്റെ പൊതി ഞങ്ങൾ തുറക്കുന്നേ, അവിടെ ഒരു കടിപിടിയാണെന്നേ. അവന്റെ പാത്രത്തിൽ നിന്ന് അവന്റെ അമ്മ കൊടുത്തിരുന്ന ആഹാരം അവനേക്കാൾ കൂടുതൽ കഴിക്കുന്നത് ഞങ്ങളാണ്. അതുപോലെ ആ കൈയിടുന്ന സമയത്ത് അവൻ കയറി കൈ പിടിച്ചിട്ട് പറയില്ല, നിനക്ക് കഴിക്കാൻ അധികാരമൊന്നും പറയില്ല. തീർച്ചയായിട്ടും. അതെന്താ കാരണം? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് അവനെ കൂടുതൽ കഴിക്കുന്നത്. അങ്ങനെ വളർന്നു വന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ഇസ്ലാമായ ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഹൈന്ദവനായ ക്രൈസ്തവനായ ഒരാൾ അവിടെ മുന്നിൽ വന്ന് പ്രതിഷേധിക്കുന്നത് വെട്ടാൻ വരുന്നവനടുത്ത് പോയി പണി നോക്കണമെന്ന് പറയുന്നത് ഇവനാണ്. തീർച്ചയായിട്ടും. അതാണ് നമ്മുടെ നാടിന്റെ വിജയം എന്ന് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഇലക്ഷനെ കുറിച്ച് പറയാം. അതൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ. ഇവിടെ വർഗീയ പാർട്ടികൾ കുറെ ഉണ്ടല്ലോ. അവർ ഇത്രയും വർഷക്കാലമായി വർഗീയത പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി കോടികൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പാർട്ടിയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ചില ഹൈന്ദവ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തി. 2 പാർട്ടിക്കും ഇവിടെ സൂപ്പർ അടിയാണ് കിട്ടിയത്. അതായത് ഇവിടെ എന്തൊക്കെ ഇഞ്ചക്ട് ചെയ്യാൻ നോക്കി അതൊന്നും നടക്കാതെ മതേതര പാർട്ടി എന്ന് പറയുന്ന ഒരു ലേബലുള്ള പാർട്ടിക്ക് കേരളത്തിലെ സമൂഹം വോട്ട് ചെയ്തു. അവിടെ ഹിന്ദു ഉണ്ട്, ക്രൈസ്തവനുണ്ട്, മതമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ആ മതേതര പാർട്ടിക്ക് വോട്ട് ചെയ്ത് ഇവിടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ അവർ വിജയിപ്പിച്ചു കഴിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ രാഷ്ട്രീയപരമായി വിടാം നമുക്ക്. പക്ഷേ ഈ ഒരു എലക്ഷൻ നമുക്ക് തരുന്ന പാഠം എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയതയും ഉടലെടുക്കില്ല എന്ന് അടിയുറച്ച ഒരു കേരളത്തിന്റെ നിലപാടാണ് നമ്മൾ കണ്ടത്. അത്രയും വലിയ വിജയം എന്ന് പറയുന്നത് അത് മനുഷ്യ സൗഹാർദ്ദത്തിന്, മതസൗഹാർദ്ദത്തിന്റെ ഒരു വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും പറയേണ്ടി വരും. പറഞ്ഞുകൊണ്ട് വരില്ലാതെ തന്നെയാണ്. കാരണം ഇതിനകത്ത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ നേരത്തെ ഷെബിൻ സാർ പറഞ്ഞ പോലെ ഈ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്കും ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ. കാരണം അതില് ഈ രണ്ടിലും വ്യത്യാസം ഇല്ല എന്ന് പറയുന്ന കാരണം ഒരു ഹുസൈൻ ഹസൻ, 2 ഇരട്ട കുട്ടികൾ, അവരെ കൂടെയാണ് ഞാനിരിക്കുന്നത്. അപ്പൊ അവരും ഇതേപോലെ ഈ തിങ്കളാഴ്ച ദിവസം ആവുമ്പം ഇറച്ചി കൊണ്ടുപോകും, ഭക്ഷണം കൊടുത്തുവിടും. അപ്പൊ അവര് പറയും എന്റെ കൂട്ടുകാരനുണ്ട്, മഹേഷേട്ടനുണ്ട്, ഈ 2 പേരും എന്റെ പേരെ പറയും. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്ക് ഒരു കൂട്ടുകാരനുള്ളോ? അത് ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു കൂട്ടുകാരനുള്ളത്. അവനും ഇവനും ഒരേപോലെ ഇറച്ചിയും ഭക്ഷണം കൊണ്ടുപോകും. ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് കഴിച്ചു വളരുന്ന ഈ കേരളത്തില് വളർന്നിട്ടുള്ള നമുക്ക് ഒരിക്കലും ഒരു മതത്തെ അടിച്ചേൽപ്പിക്കാൻ കഴിയോ, അത് പറ്റുമോ എന്നുള്ള കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിൽ നടക്കില്ല. കാരണം അത് ഇപ്പൊ ഷെബിൻ സാർ വന്നിരിക്കുന്നു, അതിനൊപ്പം മഹേഷ് വന്നിരിക്കുന്നു. ഇപ്പൊ എന്നെ നിങ്ങൾ കൂട്ടാനും നിങ്ങളെ എന്നെ കൂട്ടാനും ആ ഒരു ബന്ധം തകർക്കാൻ ശതമാനങ്ങളിലും നമ്മുടെ സൗഹൃദം ഉണ്ട്.
ഉണ്ട്. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഇന്ത്യയിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് കേരളമാണ് നിൽക്കുന്നതിന്റെ കാരണം ഈ ഒരു സൗഹാർദ്ദമാണ്. നമ്മൾ അന്ന് മുതൽ വളർന്നു വന്ന രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. നീതി ആയോഗിന്റെ ഇൻഡെക്സ് പ്രകാരം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം പല റേറ്റിംഗിലും. അതെന്തുകൊണ്ടാ? നമ്മൾ വളർന്നത് എന്തുകൊണ്ടാ? നമുക്കിടയിലെ സൗഹൃദം അങ്ങനെ ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിനിടയിൽ ഒരു വിഷമമായ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കളിൽ ചിലരെ വർഗീയത ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ വർഗീയത പറഞ്ഞു തരട്ടെ, അത് എറിക്കത്തില്ല. എന്താ അറിയോ, ഇപ്പോഴുള്ള ജെൻസി കുട്ടികൾ, ഇപ്പൊ വളർന്ന ഒരു തലമുറ, അവർക്കറിയാം വർഗീയത കൊണ്ട് വീട്ടിലിട്ട് പുഴുങ്ങിയാൽ ആഹാരം കഴിക്കാൻ പറ്റുന്നത് അവർക്കറിയാം. അത് അവർക്ക് വിദ്യാഭ്യാസ വിവരമുള്ളത് കൊണ്ട് വർഗീയതയുടെ ചെവിക്കുറ്റിക്ക് അടിച്ചിട്ട് അവര് ജീവിക്കാനും ടെക്നോളജിയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും. ഇവിടെ ഇത് വളർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്കൊരു തെറ്റിദ്ധാരണയിൽ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നമുക്കാർക്കും ജീവിക്കാൻ പറ്റാതെ. പക്ഷെ കേരളത്തിൽ അത് നടക്കില്ല. സത്യമാണ്, അതൊരിക്കലും നടക്കില്ല. അതിനൊരു അവർ ആ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം എന്താ പറയാ, നടക്കാൻ നിങ്ങൾ സമ്മതിക്കും, നമ്മൾ സംസാരിക്കുമല്ലോ. പിന്നെ നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഈ ഇരുന്നതിന് എന്താ അർത്ഥം? ഇപ്പൊ ഇരിക്കുന്ന ഒരു അമ്പലത്തിട്ടയുടെ മുമ്പിൽ നമ്മളോട് സംസാരിക്കുന്നത്, ഇരിക്കുന്ന ഒരു അമ്പലക്കുളത്തിന്റെ ഇവിടെ എന്താ ഒരു വേർതിരിപ്പ്? ഇവിടെ ഇപ്പൊ വന്നപ്പോ പറഞ്ഞോ, നിങ്ങൾ ആരാ വന്നിരിക്കുന്നത്, മാറിയിരിക്കും, ഇവിടെ ഇരിക്കാൻ പറ്റില്ല പറഞ്ഞു. ഇവിടെ ഇതൊക്കെ എന്താ പറയാ, വിഡ്ഢികള്. അവർക്ക് സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞാല് അവർക്ക് പാർട്ടി വളർത്തണം, അതുവഴി സ്ഥാനമാനങ്ങൾ കിട്ടണം, കോടികൾ ഉണ്ടാക്കണം എന്നൊക്കെ അവരെ ചിന്ത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ, ഈ വർഗീയത പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെ എവിടെന്നറിയോ, അവരെ മക്കളെ ഇവിടെ ICC-യിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്കൂളിലും പഠിപ്പിച്ച് വിദേശത്ത് ജോലിയാക്കി സേഫ് ആക്കും. എന്നിട്ട് ഇവിടെ വരുമ്പോഴോ സേഫ് ആക്കും. മറ്റൊരു കാര്യം, ഈ പാർട്ടിക്ക് വേണ്ടി അടിക്കാനും കൊല്ലാനും വെട്ടാനും ചാവാനും പോസ്റ്റ് ഒട്ടിക്കാനും നടക്കുന്ന പാവപ്പെട്ടവന്റെ മക്കള് എന്നും നരകിച്ച് ഇവിടെ തന്നെ കിടക്കും. അവന്റെ ജീവിതം ഒന്നുകിൽ ഏതെങ്കിലും സംഭവത്തിലോ അല്ലെങ്കിൽ ജയിലിലോ ഒക്കെ ആയിരിക്കും. അപ്പോ വർഗീയത കേൾക്കുന്നവരുടെ അടുത്ത് പറയാണ്, കുട്ടികളടുത്ത് പറയാണ്, കേൾക്കരുത്, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ വർഗീയത നിങ്ങളിലേക്ക് നിങ്ങളെ വയറ്റിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളത് കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. അവരുടെ മക്കളെ കുറിച്ച് ആലോചിക്കണം. വർഗീയത വിളമ്പുന്നവന്റെ മക്കളെ കുറിച്ച് അന്വേഷിക്കണം. നിങ്ങൾ അവരെവിടെയാണെന്ന് നമ്മളൊന്ന് അല്പം ചിന്തിച്ചാൽ മതി. അവരെവിടെയാണെന്ന് ചിന്തിക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം, ചേട്ടൻ ഈ പറയുന്ന പോസ്റ്റ് ഒട്ടിക്കാനും വെട്ടാനും കൊല്ലാനും പറയുന്നുണ്ടല്ലോ, ചേട്ടന്റെ മക്കൾ എന്തുകൊണ്ട് വിടുന്നില്ല എന്ന് ചോദിക്കണം. അത് ചോദിക്കാൻ തയ്യാറാവണം. അവര് തത്തപ്പ് പറയും, അതങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അടിതപ്പും. അപ്പൊ അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കേരളം വളർന്നു വന്ന രീതി, നമ്മുടെ സംസ്കാരം ഒക്കെ എന്നും സൗഹാർദ്ദപരമായിട്ടുള്ളതാണ്. മഹേഷേട്ടന് ഒരു പ്രശ്നം വന്നാൽ അവിടെ ചോദിക്കാൻ ഞാനുണ്ടാവും, ഷെബിനും ഷാ എന്ന് പറയുന്നത് ഞാനുണ്ടാവും, എനിക്കൊരു പ്രശ്നം വന്നാൽ ഇദ്ദേഹം. അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ മൊത്ത സമൂഹവും, 95% സമൂഹവും അങ്ങനെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിച്ച് അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നതേ, നമ്മുടെ നാട് ലോകാവസാനം വരെയും നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത്, നമ്മളുടെ ഇന്നലെ എങ്ങനെയാണോ ഇന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെ നാളെയും അങ്ങനെ തന്നെ ജീവിച്ചു പോകും. എന്ത് വേർതിരിപ്പ് വന്നാലും ഏതും ഇഞ്ചക്ട് ചെയ്താലും നമ്മൾ 6 അടി മണ്ണ് തന്നെ, അത്രേ ഉള്ളൂ. അത് അത്ര ചിന്തിച്ചാൽ മതി. അവിടെ നമ്മൾ ഒരിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷെബിൻ സാർ പറഞ്ഞ പോലെ നിങ്ങളെ വർഗീയത കുത്തി നിങ്ങളെ മേലിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ ഈ വെക്കുന്നവരുടെ മക്കളെയും കൂടി കൂട്ടിയാൽ ഏറ്റവും ബെറ്റർ. ഇതിന്റെ ഒരു കാര്യം പറയാം, ഇനി നിങ്ങൾ എന്തൊക്കെ വർഗീയത കുത്തി നിറച്ചാലും നടക്കത്തില്ലെന്ന് മാത്രമല്ല, ഇന്ന് ഈ അമ്പലത്തിന്റെ കുളക്കടവിലിരിക്കുന്ന ഷെബിൻ ഷായെയും മഹേഷേട്ടനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരുപാട് നാൾ മുന്നോട്ട് പോകും, മരിക്കുന്നതിനപ്പുറം ഒക്കെ കേട്ടോ. അപ്പോ ഇവിടെ വർഗീയത നടക്കില്ല എന്നുള്ളതാണ് ഉറപ്പാണ്. അതെ, അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേക്ക്.